നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ പോഷ് ആയിട്ടുള്ള ഒരു അടിപൊളി അപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ്. അപ്കമിങ് പ്രോജക്റ്റ് ആണ്. ഓൾമോസ്റ്റ് കംപ്ലീഷൻ സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. കെൻറ്റ് കൺസ്ട്രക്ഷൻസിന്റെ അപ്പാർട്ട്മെന്റ് ആണ് ഇത്. അമൃത ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ്, അല്ലെന്നുണ്ടെങ്കിൽ കുന്നുംപുറം ജംഗ്ഷൻ എന്ന് പറയത്തില്ലേ, അവിടെയാണ്. കെന്റിന്റെ എക്കോ സാങ്ക്ടം എന്ന് പറഞ്ഞ പ്രോജക്റ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കെന്റിന്റെ തന്നെ ഗോവിന്ദ് ഉണ്ട് എൻ്റെ കൂടെ. ഗോവിന്ദേ, നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഈ പ്രോജക്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റ്. അതായത് വില്ല നോക്കുന്ന ഒരുപാട് ക്ലയൻസിന് വേണ്ടിയിട്ട് വില്ലയ്ക്ക് ഈക്വലന്റ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് മാത്രം ഇറക്കിയിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. നല്ല സ്പേസ് നോക്കുന്ന, ഒട്ടും കൺജസ്റ്റഡ് അല്ലാണ്ട് നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അമ്യൂണിറ്റീസ് നമ്മൾ പറയുമ്പോൾ ഒരു 21 അമ്യൂണിറ്റീസ് നമ്മൾ ഈ പ്രൊജക്റ്റിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് എൻട്രി തന്നെ നമ്മളൊരു 3 ലെവൽ ഓഫ് ലോബീസ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഓപ്പൺ ലോബി, ഓപ്പൺ ലോഞ്ച്, ഒരു വലിയൊരു ഗ്രാൻഡ് അറൈവൽ ലോഞ്ച് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തു. അതിനുശേഷം മറ്റൊരു കോവർക്കിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ബാഡ്മിൻ്റൺ കോർട്ടാണ്. അത് നമുക്ക് പാർട്ടി ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇൻഡോർ ആണോ? ഇൻഡോർ ആണ്. അത് ഇൻഡോർ ആണ്. പിന്നെ അതല്ലാണ്ട് നമ്മളൊരു പൂള് കൊടുക്കുന്നുണ്ട്. അത് കിഡ്സ് പൂൾ, അഡൽട്സ് പൂൾ സെപ്പറേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലോ അതോ റൂഫിലാണ് നമ്മൾ. റൂഫിൽ നമ്മൾ അതേപോലെ തന്നെ യോഗ ഡെക്ക്, ഒരു കംപ്ലീറ്റ് ഒരു ത്രൂ ഔട്ട് നമ്മൾ വലിയൊരു ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ മെയിൻലി ഇതിന്റെ മറ്റൊരു പ്രത്യേകിച്ച് ഒരു ഏക്കറിന് മേളിൽ നമുക്ക് ലാൻഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ആകെപ്പാടെ നമുക്ക് 68 ഫാമിലി മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതെ, ഒട്ടും കൺജസ്റ്റഡ് അല്ലോ. ഏകദേശം ഒരു 68% നമുക്ക് ഓപ്പൺ റേഷ്യോ നമുക്ക് ഈ പ്രൊജക്റ്റിനകത്ത് ഉണ്ട്. 32% മാത്രമേ നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉള്ളൂ. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. എത്ര കാറ്റഗറീസ് ഉണ്ട് നമുക്ക് ഇവിടെ? റൂംസ് അല്ല അപ്പാർട്ട്മെന്റ്സ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മൾ 3 BHK നമുക്ക് 2 വേർഷൻ വരുന്നുണ്ട്, 4 BHK 2 വേർഷൻ വരുന്നുണ്ട്. അതിൽ നമുക്ക് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതൊരു ബാൽക്കണി സ്പേസിൽ മാത്രം. ബാക്കി അകത്തെല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി സെയിം ഈക്വലന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 3 BHK ഓക്കെ, BHKയിൽ വ്യത്യാസമുണ്ട്, സ്ക്വയർ ഫീറ്റിൽ വ്യത്യാസമുണ്ട്. അതല്ലാതെ അമ്യൂണിറ്റീസിൽ ഇതിനകത്ത് കൊടുക്കുന്ന അമ്യൂണിറ്റീസ് എന്തൊക്കെയാണുള്ളത്? അതായത് അത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ 4 BHK നമ്മളൊരു കൊടുത്തിരിക്കുന്ന അമ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു വീടിനകത്ത് തന്നെ നമ്മൾ പ്രൈവറ്റ് ജക്കൂസി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മറ്റുള്ള ബിൽഡേഴ്സ് എങ്ങനെയാ വെച്ചാൽ ഒരു കോമൺ അമ്യൂണിറ്റി ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വീടിനകത്ത് തന്നെ ഒരു ജക്കൂസി കൊടുക്കുന്നുണ്ട്. സ്റ്റീം ബാത്ത് നമ്മൾ 4 BHKയിൽ കൊടുക്കുന്നുണ്ട്. 3 BHKയിൽ വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ സ്റ്റീം ബാത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജക്കൂസി ഇല്ല. അങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ 3 BHKയിലും 4 BHKയിലും വരുന്ന ഒരു ഏറ്റവും വലിയൊരു എക്സ്ക്ലൂസീവ് ഏരിയ ആണ് നമ്മുടെ കിച്ചൺ ഏരിയ. വില്ലകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒട്ടും കൺജസ്റ്റഡ് അല്ലാത്ത വളരെ ബിഗ് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ഏരിയ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ഏരിയ, ഫസ്റ്റ് കിച്ചൺ, സെക്കൻഡ് കിച്ചൺ, അതിനുശേഷം ഒരു യൂട്ടിലിറ്റി ഏരിയ ആൻഡ് മെയ്ഡ്സ് റൂം, കംപ്ലീറ്റ് നമ്മൾ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ബെഡ്റൂംസിനകത്തൊക്കെ ഈ ബെഡ്റൂംസ് എന്ന് പറഞ്ഞില്ലേ, 3 ബെഡ്റൂംസ് ആണെങ്കിലും 4 BHKയിലും 4 ബെഡ്റൂംസ് ആണെങ്കിലും എന്തെങ്കിലും എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? എടുത്തു പറയേണ്ടത് നമ്മുടെ റൂമിന്റെ സൈസ് ആണ്. ഫസ്റ്റ് നമ്മുടെ റൂംസ് എല്ലാം വളരെയധികം ബിഗ് സ്പേഷ്യസ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂംസിൽ കൊടുത്തിരിക്കുന്ന അറ്റാച്ച്ഡ് വാഷ്റൂംസ് ഉണ്ടല്ലോ, അതിൽ കൊടുത്തിരിക്കുന്ന എക്യുപ്മെന്റ്സ് നമ്മുടെ ഈ ഒരു പ്രൊജക്ടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. എല്ലാ ബാത്റൂമിലും ഒരേ ഐറ്റം അല്ല, എല്ലാം ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഐറ്റംസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതും വളരെയധികം പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അർമാനി റോക്ക എന്ന് പറയുന്ന ബ്രാൻഡിന്റെ EWC വാഷ് ബേസിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എക്സ്ട്രീം പ്രീമിയം ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു ബിൽഡേഴ്സും അത് കൊടുത്തിട്ടില്ല. അതുപോലെ ഈ ഓരോ ഫ്ലാറ്റിനും ഒരു കോമൺ സ്പേസ് ഉണ്ടാവുമല്ലോ, അതായത് ഇപ്പം ലിവിങ് സ്പേസ്, ഡൈനിങ് സ്പേസ്, അങ്ങനെ എന്തൊക്കെയാണ് നമുക്കുള്ളത്? അത് നമ്മുടെ 4 ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ഡോർ തുറന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ലിവിംഗ് റൂം വരുന്നു, ഡൈനിങ് റൂം വരുന്നു, കിച്ചൺ ഏരിയ വരുന്നു. ഇനി ഇതല്ലാണ്ട് ഇതിനേക്കാളൊക്കെ ഒരു മറ്റൊരു പ്രത്യേകത വരുന്ന ഒരു കാര്യം, ഇതിനകത്തൊരു ഹോം തിയേറ്റർ സ്പേസ് ഉണ്ട്. വീടിനകത്ത് നമ്മളൊരു ഹോം തിയേറ്റർ ഉണ്ട്. അത് ആക്ച്വലി മൾട്ടി പർപ്പസ് ഏരിയ ആണ്. അത് നമുക്ക് വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു ലൈബ്രറി ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റാം, ഒരു പെയിന്റിംഗ് സെക്ഷൻ ആക്കിയെങ്കിൽ അങ്ങനെ ആക്കാം, ഒരു സെപ്പറേറ്റ് ഒരു സ്റ്റഡി റൂം ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. അവിടെ നിന്ന് തന്നെ ഒരു ബാൽക്കണിയും വരും.
അത് എത്ര ബാൽക്കണീസ് ഉണ്ട് 4BHK? ടോട്ടൽ നമുക്ക് 3+1 എന്നുള്ള രീതിയിലാണ് 3ലും 4ലും ബാൽക്കണി വരിക. ബാൽക്കണി രണ്ടിടത്തും ഒരുപോലെ ഒരേപോലെ തന്നെയാണ് വരിക. ടോട്ടൽ 3+1 എന്നുള്ള രീതിയിൽ 4 ബാൽക്കണി ടോട്ടൽ നമുക്ക് കിട്ടും. ഓ, പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 4 ബെഡ്റൂമിൽ നമ്മൾ 6 ടോയ്ലറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 6 ടോയ്ലറ്റ്സോ? കറക്റ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പൗഡർ റൂം കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ പണ്ടൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വില്ലകളിലൊക്കെ നമ്മൾ കോമൺ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, ഫ്ലാറ്റുകളിൽ പൊതുവേ ഇല്ല. പക്ഷെ ഇവിടെ നമ്മളൊരു വില്ലയ്ക്ക് ഈക്വലൻ്റ് ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതിനനുസരിച്ച് തന്നെ നമ്മളിവിടെ കോമൺ ടോയ്ലറ്റ് കൊടുക്കുന്നുണ്ട്. 3 ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 5 ടോയ്ലറ്റ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് കോമൺ ടോയ്ലറ്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഈ 4 ബെഡ്റൂംസിൽ ഓരോ ബെഡ്റൂമിനും ഓരോ ടോയ്ലറ്റ്, പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ്, എന്നാലും 5 വരുന്നുള്ളൂ. 6ാമത്തേത് എവിടുന്നാണ് വരുന്നത്? 6ാമത്തെ ടോയ്ലറ്റ് നമ്മൾ മെയ്ഡ്സ് ടോയ്ലറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓ, 3ലും 4ലും നമ്മൾ മെയ്ഡ്സ് ടോയ്ലറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മെയ്ഡ്സ് ടോയ്ലറ്റ് മെയ്ഡ്സ് ബെഡ്റൂമും ഉണ്ട്. അപ്പം മെയ്ഡ്സ് ബെഡ്റൂം എന്ന് പറയുന്നത് 4+0.5 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ 4.5 ബെഡ്റൂംസ് പ്ലസ് 6 റൂംസ്, ഹോം തിയേറ്റർ, ലിവിങ് സ്പേസ്, ഡൈനിങ് സ്പേസ്, കിച്ചൺ, അതും 3 സെക്ഷനായിട്ട് തിരിച്ചിരിക്കുന്ന കിച്ചൺ. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ അമ്യൂണിറ്റീസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫ്ലാറ്റിന്റെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ കോമൺ അമ്യൂണിറ്റീസ് 21 കോമൺ അമ്യൂണിറ്റീസ് ആണ് പറഞ്ഞത്. അതിന്റെ ലിസ്റ്റ് പറയാനായിട്ട് ഭയങ്കര ലെങ്തി ആയതുകൊണ്ട് അത് ഓരോന്നും എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ മതി, സകല ഡീറ്റെയിൽസും കിട്ടും. അതേപോലെ തന്നെ ഓൺലി ഫ്യൂ യൂണിറ്റ്സ് ആർ റിമൈനിങ് അല്ലേ? കുറച്ച് യൂണിറ്റ്, വളരെ മിനിമൽ ആയിട്ടുള്ള യൂണിറ്റ്സ് ഇനി അവൈലബിൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഏതെങ്കിലും ഒരു സ്ഥലം അല്ലെന്നുണ്ടെങ്കിൽ വീടിനെ സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ.